സഹോദരിക്കൊപ്പം മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന ഐറിൻ ജിമ്മി വിടവാങ്ങി. അരുവിത്തുറ കൊണ്ടൂർ പാലാത്ത് ജിമ്മിയുടെയും അനുവിന്റെയും മകളാണ് ഐറിൻ. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് ഏകദേശം 3 മണിയോടെ വീടിന് പുറകുവശത്തെ കടവിൽ സഹോദരിക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. പുഴയിലേക്കിറങ്ങിയ ഐറിൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഈരാറ്റുപേട്ട ഫയർഫോഴ്സ്, ടീം എമർജൻസി, ടീം നന്മക്കൂട്ടം, നാട്ടുകാർ എന്നിവരൊക്കെ എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഈരാറ്റുപേട്ട സൺറൈസ് ഹോസ്പിറ്റലിൽ ഉടൻ തന്നെ ഐറിനെ എത്തിച്ച ശേഷം നേരിയ പൾസ് കാണിച്ചിരുന്നുവെങ്കിലും അവസാനം അവൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി എഡ്വിൻ, +2 വിദ്യാർത്ഥിനിയായ മെറിൻ എന്നിവരാണ് ഐറിന്റെ സഹോദരങ്ങൾ. പലപ്പോഴും അശ്രദ്ധമായി മഴക്കാലത്ത് കുളിക്കാനിറങ്ങുന്ന കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാറുള്ളത് എന്നതാണ് സങ്കടകരം. അവധി ദിനമായതുകൊണ്ട് തന്നെ അമ്മയോട് അനുവാദം വാങ്ങിപ്പോയതായിരുന്നു ഐറിനും സഹോദരിയും. "അമ്മച്ചി, ഞങ്ങൾ കുളിക്കാൻ പോവുകയാണേ" എന്നും അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഐറിൻ പോയത് മരണത്തിലേക്കാകുമെന്ന് ഒരിക്കലും ആ അമ്മ ഓർത്തു കാണില്ല. ഏവർക്കും പ്രിയങ്കരിയായിരുന്ന ഐറിൻ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ തീരാ ദുഃഖത്തിലാഴ്ത്തി കേവലം 18ാമത്തെ വയസ്സിലാണ് സ്വർഗലോകത്തേക്ക് യാത്രയായത്. മരണം ഒരു കള്ളനെ പോലെ വന്ന് അവളുടെ ജീവൻ പറിച്ചുകൊണ്ടുപോയി. കാൽ തെന്നി വീണ് നിലയില്ലാ കയത്തിലേക്ക് അവൾ ആഴ്ന്നുപോയി. റെസ്ക്യൂ ടീം ആഴത്തിൽ നിന്ന് മുങ്ങി അവളെ എടുക്കുമ്പോൾ ജീവന്റെ കണികകൾ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈരാറ്റുപേട്ടയിലെ സൺറൈസ് ആശുപത്രിയിൽ എത്തിച്ചു. കുടുംബക്കാരും നാട്ടുകാരും നെഞ്ചിടിപ്പോടെ പ്രാർത്ഥനയോടെ പുറത്തു കാത്തുനിന്നു. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം മറിച്ചായിരുന്നു എന്ന് വേണം കരുതാൻ. നാടിന്റെ പ്രാർത്ഥനകളും മാതാപിതാക്കളുടെ പ്രതീക്ഷകളും അസ്തമിപ്പിച്ചുകൊണ്ട് ദൈവം അവളുടെ ആത്മാവിനെ പറിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. ഇനി സ്വർഗലോകത്ത് ഐറിന് നിത്യവിശ്രമം. ഇക്കാലത്ത് കുട്ടികളെ ചെറുപ്പം മുതലേ നീന്തൽ പഠിപ്പിക്കണമെന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് മരണം ഐറിനെ തട്ടിയെടുത്തതെന്നും ചിലർ സോഷ്യൽ മീഡിയകളിൽ കുറിച്ചു. ഐറിൻ ജിമ്മിയുടെ ആകസ്മിക വിയോഗം വീട്ടുകാരെയും നാട്ടുകാരെയും സഹപാഠികളെയും അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തി എന്ന് പറയാം. ജീവിതം 1/4 ദൂരം പോലും താണ്ടുന്നതിനു മുൻപേ വിധി എന്തിനാണ് ആ ജീവൻ കവർന്നത് എന്ന ചോദ്യത്തിലും സങ്കടത്തിലുമാണ് സഹപാഠികളും നാട്ടുകാരും സുഹൃത്തുക്കളും.